ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡ് മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അതായത് നമ്മൾ ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെഡ് മൊബൈൽ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളെ ഒരു അക്കൗണ്ട് വിവരങ്ങൾ വളരെ പെട്ടെന്ന് മറ്റൊരാൾക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ വളരെ പെട്ടെന്ന് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ പാസ്ബുക്ക് ഒക്കെ നോക്കി എടുക്കണ്ടേ, അതില്ലാണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫെഡറൽ മൊബൈലിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ വരും, അല്ലെങ്കിൽ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ. അവിടെ നമ്മൾ നമ്മുടെ ഇവിടെ സെലക്ട് ചെയ്യുക, ഈ 3 വരെ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ വരും. വ്യൂ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ പ്രൊഫൈൽ മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും ഒരുവിധം ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ ഡീഫോൾട്ട് അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വലത് സൈഡിൽ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതുപോലെ കുറെ വരും. നമുക്ക് മെയിലിലോട്ട് ജിമെയിൽ വഴി ഷെയർ ചെയ്യണേ അങ്ങനെ ചെയ്യാം, വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്യണേ അങ്ങനെ ചെയ്യാം, മെസ്സേജ് വഴി ഷെയർ ചെയ്യണേ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ വരും. അപ്പൊ ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. വാട്സാപ്പ് സെലക്ട് ചെയ്തു. വാട്സാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് പച്ച വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ ഇതുപോലെ സെൻഡ് ആവും. ഇതിൽ IFSC കോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ കസ്റ്റമർ നെയിം, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും മറ്റൊരാൾക്ക് നമുക്ക് പൈസ അയച്ചു തരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഷെയറിങ്ങിലൂടെ മറ്റൊരാൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.